വളരെ ഫണ്ണിയായ ഒരു കൂട്ടം സംഭവങ്ങളുമായി ഫണ്ണിയസ്റ്റ് മൊമെന്റ് സീരീസിലെ പുതിയ എപ്പിസോഡുമായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിരുന്ന് ചിരിച്ച് രസിച്ച് എൻജോയ് ചെയ്യാവുന്ന ധാരാളം സംഭവങ്ങൾ ഇതിലുണ്ട്. അവ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സിനെയൊക്കെ പ്രാങ്ക് ചെയ്യുന്നത് പലർക്കും വലിയൊരു എന്റർടൈൻമെന്റ് ആണ്. അങ്ങനെയുള്ളവർക്കായി ഉറങ്ങിക്കിടക്കുന്ന ഫ്രണ്ട്സിനെ വിളിച്ചുണർത്തി ചെയ്യാവുന്ന വളരെ മികച്ചൊരു പ്രാങ്ക് ഇവിടെ കാണാം. वीडियो कॉल है കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ്, ഈ കല്യാണത്തിന്റെ സമയത്ത് കുറെ ആചാരങ്ങളും മുറകളും ഒക്കെ കണ്ട് കൺഫ്യൂഷൻ ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന്റെ ചെറിയൊരു ഉദാഹരണം കൂടി. അടുത്തതായി വളരെ മനോഹരമായ ഒരു മാരേജ് പ്രപ്പോസൽ സീനാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. Can we skip to the good part? നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ഏറ്റവും പോപ്പുലർ ആയ ഡ്രിങ്ക്സിലൊന്നാണ് കുലുക്കി സർബത്ത്. അത് ഈ കുലുക്കി അടിക്കുന്നത് നോക്കി നിൽക്കുന്നത് തന്നെ ഒരു രസമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഈ ദൃശ്യം കുലുക്കി ഫാൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് വളരെയധികം സാഹസികരായ രണ്ട് യുവാക്കളെ കാണാം. ചെവിയും കേട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാതൊരു ജില്ല. അപ്രതീക്ഷിതമായ സമയത്ത് ആരും പ്രതീക്ഷിക്കാത്ത ഇത്തരം വഴികളിലൂടെ ഓഫ് റോഡ് റൈഡ് പോകുന്നത് സാഹസികത അല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇനി എന്തായാലും ഇതിനേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തരായ ഒരു കൂട്ടം റൈഡേഴ്സിനെ കാണാം. അവർ കുറച്ച് ഓൾഡ് ജനറേഷൻ റൈഡേഴ്സ് ആയതുകൊണ്ട് ബൈക്കിന് പകരം കാളവണ്ടി യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, ഞമ്മള് ഇഞ്ചിന് തവിട് കൂടി വിട്ടില്ല. ഇൻഷാല്ലാ പടച്ചോനെ നിങ്ങള് കാത്തോളി. ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെന്ന് മാത്രമല്ല, ഒരു 99% സാധാരണ മനുഷ്യരും ആ പൈപ്പിന്റെ മുകളിലൂടെ നടന്നങ്ങ് പോവും. അത് നമ്മൾ സാധാരണ മനുഷ്യരുടെ കേസാണ്. ഇനി 250+ IQ ഉള്ള ആളുകൾ എങ്ങനെ പോകും എന്ന് നോക്കാം. ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ. ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ. മോനും നേരെ നിന്നല്ലോ, നിന്നച്ചാ. ഇന്നത്തെ കാലത്ത് നമുക്ക് കുറെ പ്രാങ്കുകൾ കാണാൻ സാധിക്കും. നമ്മളിൽ തന്നെ പലരും നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ പ്രാങ്ക് ചെയ്തിട്ടും ഉണ്ടാകും. അത് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ പ്രാങ്ക് ചെയ്യുന്നത് നോക്കി അവരതൊരു ഫണ്ണായിട്ട് അങ്ങ് എടുത്തോളും. പക്ഷെ ബാക്കിയുള്ളവരെ പ്രാങ്ക് ചെയ്യുന്നത് അതുപോലെയല്ല. കാരണം അത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായി ബാധിച്ചേക്കാം. ഇതാ കണ്ടില്ലേ? പാവം, അധ്വാനിച്ച് തളർന്നു പോയെന്ന് തോന്നുന്നു. ഇനി സ്വല്പം മാജിക് ആവാം. പല കുട്ടികൾക്കും ഒരു പ്രത്യേകതയുണ്ട്. അവർ കുറച്ചു നേരം വെറുതെ ഇരുന്നാൽ കുറെ നേരമായില്ലേ വെറുതെ ഇരിക്കുന്നു, ഇനി എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചൂടെ എന്നൊരു ഉൾവിളി വരും. അങ്ങനെയുള്ള തോന്നൽ വരുമ്പോഴാണ് അവർ വളരെ വിചിത്രമായ പല സ്റ്റണ്ടുകളും കാണിക്കുന്നത്.
ഇതുപോലെ തന്നെ. ഒരു ഹൗസ് ഡ്രൈവറായ പ്രവാസിന്റെ അവസ്ഥയാണത്. ഞാൻ അവിടെ നോക്കാം. നീച്ചോ ആരും കണ്ടില്ല. നീച്ചോ. പ്രവാസികൾ പുറം നാടുകളിൽ പോയി കഷ്ടപ്പെടുകയാണെന്നുള്ളതിന് ഇതിൽ പരെ എന്ത് തെളിവാണ് നിങ്ങൾക്ക്? ഇത്രയും ഹെൽപ്ഫുള്ളായ ഫ്രണ്ട്സിനെ തന്നെയായിരിക്കും നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. ഇതിപ്പോ എന്തായാലും IPL സീസൺ അല്ലേ, അപ്പൊ ഇനി വീഡിയോയിൽ ക്രിക്കറ്റ് ഒന്നും ഉൾപ്പെടുത്തിയില്ല എന്ന് വേണ്ട. He's in the zone. He now realizes that he's reached the half century. The crowd sense that. കണ്ടു കാണുമെന്തോ ശിവനെ. പുള്ളി ചെറുതായി ഒരു സ്റ്റണ്ട് കാണിച്ചതല്ലേ, അപ്പോഴേക്കും ഇവരൊക്കെ പേടിച്ചു പോയോ? പുള്ളിക്കാരി നന്നായി സൂക്ഷിച്ചൊക്കെ വന്നത് നന്നായി. വെള്ളമൊന്നും ആയില്ല. പലരും പലപ്പോഴും പുതിയ പുതിയ സ്ഥലങ്ങളിലൂടെ വളരെ ലോങ് ബൈക്ക് റൈഡ്സ് ഒക്കെ പോകാറുണ്ട്. അത് തികച്ചും വളരെ നല്ലൊരു അനുഭവമായിരിക്കും. കാരണം നിങ്ങൾക്ക് വളരെ അപ്രതീക്ഷിതമായ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. നമുക്കറിയാം, ഇപ്പോൾ സിനിമകളെക്കാൾ കൂടുതൽ ഇന്റർവ്യൂകളിൽ കണ്ടുവരുന്ന താരങ്ങളിൽ ഒരാളാണ് ഷൈൻ ടോം ചാക്കോ. അപ്പോൾ അതുപോലൊരു ഷോയിൽ അദ്ദേഹത്തിന് ഒരു ചലഞ്ച് കിട്ടിയിരിക്കുകയാണ്. ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ തൊട്ടുനോക്കി സാധനം എന്താണെന്ന് തിരിച്ചറിയണം. അപ്പോൾ ആ ചലഞ്ച് പുള്ളി എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമെന്ന് നോക്കാം. ബ്രെഡാ പാക്കറ്റ് തിന്നുന്നതാണോ? തിന്നുന്ന സ്ഥലത്ത് വെക്കുന്നതാണോ? അല്ല. എന്തെങ്കിലും ഈ പാത്രത്തിനിടയിൽ വെക്കുന്ന, പ്ലേറ്റ് ഇടയിൽ വെക്കുന്ന, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ തിന്നാൻ സമയം വയ്ക്കുന്ന സാധനമില്ലേ പാത്രത്തിന്റെ ഇടയിലൊക്കെ? അല്ലെങ്കിൽ ഗ്ലൗസ് പോലത്തെ എന്തെങ്കിലും വേണോ ഇടാനുള്ളത്? ഗ്ലൗസ് ആണത്. ഓ, ഗ്ലൗസ് കൈയിടുന്നതാണോ? കുട്ടികളുടെ നാപ്കിനാ. ഒറ്റ കഞ്ചാവ് സോമനെ പരിചയപ്പെടുത്തി അന്ന് തൊട്ട് തുടങ്ങിയതിന്റെ என்னடா சத்தம்? ஒன்னும் இல்லையா, அப்படியே பாத்திரத்துக்கிட்ட பேசி பேசி வெளிக்கிட்டே இருக்குண்ணா. அப்பப்பா ഇത്രയേ ഉള്ളൂ. ഇത് ഈസി അല്ലേ? ഈശ്വരോ, ഇതെന്തൊരു പാട്. എടാ, ഇങ്ങനെയൊന്നും അല്ലടാ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.